ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും പിന്നെ ഈ ഒരാഴ്ചത്തെ റിലീസുകൾ ഏതൊക്കെയെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ആഴ്ച മൊത്തം 14ഓളം റിലീസുകളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റിലീസുകളൊന്നും ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആനിമേഷൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വൺ മോർ ഷോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ബുക്ക് മൈ ഷോസ് വഴിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. ഒരു സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടൊരു സിനിമ ഉണ്ട്. ഗുത്ലി ലഡ്ഡു എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ജനുവരി മാസം 8-ാം തീയതിയാണ്. ഇന്ന് മുതൽ 9, 10, 11, 12, 13 ദിവസങ്ങളിൽ ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. എക്കോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്നൊരു സീരീസാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ജനുവരി മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സിനിമയാണ്, ഒരു ജാപ്പനീസ് മൂവിയാണ്. കിങ്ഡം 3 ദ ഫ്ലെയിം ഓഫ് ഫെയ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വാർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ജനുവരി മാസം 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഹിന്ദി കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. കില്ലർ സൂപ്പ് എന്നാണ് സിനിമയുടെ സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി മാസം 11-ാം തീയതിയാണ്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. കൊട്ട ബൊമ്മാലി PS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി 11-ാം തീയതി ജനുവരി മാസം 11-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കോർഡിംഗ് പാർട്ട് 1 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമയുടെ ഇംഗ്ലീഷ് ഭാഷ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് മൾട്ടി ലാംഗ്വേജിൽ ആമസോൺ പ്രൈമിലും ഐറ്റ്യൂൺസ്, ബുക്ക് മൈ ഷോസ്, യൂട്യൂബ്, ഗൂഗിൾ പ്ലേ, OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ട് ജനുവരി മാസം 11-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ ഇതിനു മുമ്പേ റിലീസ് ചെയ്തതാണ്. അപ്പോൾ മൾട്ടി ലാംഗ്വേജിലാണ് ജനുവരി മാസം 11-ാം തീയതി വരാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അഡയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ADIRE അഡയർ. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ജനുവരി മാസം 12-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അജയ് ഗഡ്ഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ജനുവരി മാസം 12-ാം തീയതി ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എക്സ്ട്രാ ഓർഡിനറി മാൻ എന്നാണ് സിനിമയുടെ പേര്. തെലുങ്ക് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ജേണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. തമിഴ് സീരീസാണ്. സോണി ലീവ് വഴി ഈ ഒരു സീരീസ് ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലിഫ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് റോൾ പ്ലേ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ജനുവരി മാസം 12-ാം തീയതിയാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സവപ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ദ കേരള സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് C5 ഈ ഒരു സിനിമ ജനുവരി മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ C5 ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ജനുവരി മാസം 12 എന്നുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തത് ലിങ്കോച്ച് എന്ന് പറഞ്ഞൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ജനുവരി മാസം 13-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഒഫീഷ്യലി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള സിനിമകളും സീരീസുകളായിട്ടുള്ളത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫിലിപ്സ് എന്ന് പറഞ്ഞ മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ചിലപ്പോൾ ആമസോൺ പ്രൈമിൽ ജനുവരി മാസം 12-നോ 13-നോ അല്ലെങ്കിൽ 11-നോ ഒക്കെ
ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ വേറെയും കുറേ സിനിമകളുണ്ട്. പിന്നെ നമ്മൾ റിലീസ് കാത്തിരിക്കുന്നത് ആൻ്റണി പറഞ്ഞ സിനിമ ഉണ്ട്. ആൻ്റണി നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നുള്ളത് സിനിമ തുടങ്ങുമെന്ന് എഴുതി കാണിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ സിനിമ കണ്ട സമയത്ത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. ജനുവരി മാസം 5-ാം തീയതി വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ആഴ്ച ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയാണ് പിന്നെ ആൻ്റണി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അതുപോലെ തന്നെ റാഹേൽ മകൻ കോര എന്ന സിനിമ കൂടിയുണ്ട്. അതും ഒരു ആമസോൺ പ്രൈമിൽ അതും ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. പിന്നെ അതുകൂടാതെ സാഗരഡാച്ചെ എലോ സൈഡ് ബി എന്ന് പറഞ്ഞ സിനിമ കൂടിയുണ്ട്. ജനുവരി മാസം 10-ഓടുകൂടി സർപ്രൈസ് റിലീസ് ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ സിനിമകൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മാഊരി പൊലിമേരാറ്റു എന്ന് പറഞ്ഞ തെലുങ്ക് മൂവിയുടെ റിവ്യൂ ചെയ്തിട്ട് കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സിനിമകൾ സീരീസുകളുടെയൊക്കെ റിവ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, സീരീസുകൾ ക്രൈം ത്രില്ലർ സീരീസുകളൊക്കെ പരിചയപ്പെടുത്തുന്നതായിട്ട് ഒരു വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.